ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ഒരു മുളക് ബജി നമുക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 മുതൽ 10 വരെ മുളകാണ് ഇവിടെ എടുത്തത്. നിങ്ങൾ മുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിലുള്ള മുളക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുളകിൻ്റെ സൈസ് കൂടുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് നമുക്ക് മുളക് ബജിക്ക് കിട്ടൂല. അപ്പോൾ നമ്മളെല്ലാ മുളകും നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാം. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊരു വര ഇട്ട് കൊടുത്ത് അതിനുള്ളിലുള്ള സീഡ്സൊക്കെ നമുക്കൊന്ന് പുറത്ത് കളയണം. എല്ലാ മുളകും നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ബേസൻ എടുത്തിട്ടുണ്ട്. അതായത് കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി, ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് അധികം കട്ടിയുള്ളതും അല്ല അധികം തിന്നായിട്ടുള്ളതും അല്ലാത്ത ഒരു ബാറ്ററാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത്. ഇനി ഒരു പാന് വെച്ച് അതിലേക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കണം. നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി ഓരോ മുളകും എടുത്ത് നമ്മൾ ബാറ്ററിലൊന്ന് മുക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളകിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ ബാറ്റർ ആക്കാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ നന്നായിട്ടൊന്ന് ബാറ്റർ പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനിടാം. എല്ലാ മുളകും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ആയാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉൾഭാഗം കൂടുതൽ ബാറ്റർ ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് കൂടുതൽ വരുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ക്രിസ്പിയും അത്ര ഒരു ടേസ്റ്റും നമുക്കിത് കിട്ടൂല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ മുളകും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടാണ് ഞാനിവിടെ കഴിക്കുന്നത്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.